ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺ പോൾ മാർപ്പാപ്പ 3-ാം സഹസ്രാബ്ദത്തിലേക്ക് എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ആരംഭം കുറിക്കുന്നത് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ആകയാൽ കാലം എത്തിയപ്പോൾ, അല്ലെങ്കിൽ കാലത്തിനനുസൃതമായി ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മറിയത്തിൽ നിന്ന് ഗർഭം ധരിച്ച് നിയമത്തിന് വിധേയനായി ജനിച്ചു. നമ്മളെ ഏവരെയും ദൈവത്തിൻ്റെ പുത്രന്മാരാക്കുവാൻ വേണ്ടി അവിടുന്ന് നിയമത്തിന് വിധേയനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇനിമേൽ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, ദാസന്മാരല്ല. അതുകൊണ്ട് ദൈവഹിതം അനുസരിച്ചുള്ള അവകാശം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈശോ മിശിഹായുടെ ജനനം എന്നെ ദൈവ മകനാക്കി മാറ്റുവാൻ വേണ്ടിയായിരുന്നു. ദൈവപുത്രൻ്റെ അവകാശം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ, അല്ലെങ്കിൽ ആബാ പിതാവ് എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ്, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ വളരെ വലുതാണ്. ത്രിത്വത്തിൻ്റെ രഹസ്യം തൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ ദൗത്യം പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ദൗത്യത്തിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം അഭംഗരം തുടർന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെയാണ് പറഞ്ഞു വെക്കുക. യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ മനുഷ്യാവതാര വാർത്ത തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞു വെക്കുന്ന ഇതാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞ മഹത്വം നാം അവനിൽ ദർശിച്ചു. ഈശോ മിശിഹായുടെ ജനനം എന്നിലേക്ക് ആത്മാവിനെ അയക്കാൻ, ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുവാൻ, ദൈവപുത്രൻ്റെ അവകാശം ലഭിക്കുവാൻ, സത്യവും കൃപയും നിറഞ്ഞ ദൈവമഹത്വം ദർശിക്കുവാൻ. പ്രിയ സഹോദരങ്ങളെ,
ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് ഏറ്റെടുക്കാം. ജോൺ പോൾ മാർപ്പാപ്പ 3-ാം സഹസ്രാബ്ദത്തിലേക്ക് എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണല്ലോ ചെയ്തത്. നമുക്ക് കിട്ടുന്ന അവകാശം തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഞങ്ങളുടെ അമ്മയെ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിക്കുന്ന ഏവർക്കും വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.